32 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു. അയാൾ തിരികെ നാട്ടിലേക്ക് വന്നതിന്റെ പിറ്റേ വർഷം ഭാര്യയും കൂട്ടി ഹജ്ജിന് പുറപ്പെട്ടു. 4 പെൺകുട്ടികളെയും കെട്ടിച്ചയച്ചു. അതിനായി തന്റെ 30 വർഷം വെയിൽ കൊണ്ട് തീർത്തു. പെട്രോൾ പമ്പിലും ഹോട്ടലിലും വീട്ടുവേലക്കാരനായും എന്തിനേറെ 6 വർഷത്തോളം മസ്രയിലെ മരുഭൂമിയിൽ ആടുമേച്ചും തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും മക്കൾക്ക് വേണ്ടി ത്യജിച്ചു. അവരുടെ ചിരിക്കുന്ന ഒറ്റ ചിത്രം മതിയായിരുന്നു തന്റെ എല്ലാ സങ്കടങ്ങൾക്കും മരുന്നായി. മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ പലപ്പോഴും അവർ രണ്ടുപേരും അവരുടെ ജീവിതം മറന്നുപോയിരുന്നു. അവരുടെ സന്തോഷങ്ങൾ എവിടേക്കോ മറിഞ്ഞു വീണു മുറിവേറ്റുകൊണ്ടിരുന്നു. എങ്കിലും സാരമില്ല, ഇന്ന് മക്കളെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രം വിദ്യാഭ്യാസം കൊണ്ടും യോഗ്യരാണ്. അതിനേക്കാൾ യോഗ്യരായ മാപ്പിളമാരെയാണ് അവർക്ക് കൈപിടിച്ചു കൊടുത്തിരിക്കുന്നതും. പോരെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും അത്യാവശ്യം ജീവിക്കാൻ വേണ്ടത് കൂടെ കൊടുത്തു തന്നെയാണ് പറഞ്ഞുവിട്ടതും. ഇനി ഒരിക്കലും കയറിൽ നിന്ന് ശബ്ദം ചെയ്തു വന്ന വിമാനത്തിലിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ 100,000 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എല്ലാത്തിനുമൊടുവിൽ അവർ മക്കയിലെത്തി. അവരെ കൊണ്ടുപോയ ഗ്രൂപ്പിന്റെ അമീർ സ്ഥാനം വഹിക്കുന്ന ഉസ്താദ് ബസ്സിലിരിക്കുമ്പോൾ അവരോട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം ഉംറ ചെയ്യാൻ പോവുകയാണ്. അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. ഒടുവിൽ പരിശുദ്ധ കഅബ ആദ്യമായി കാണുമ്പോൾ ഒരാൾ എന്താണോ പടച്ചവനോട് ചോദിക്കുന്നത് ആ കാര്യം അവൻ ഉറപ്പായും നൽകുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ടത് എന്താണെന്ന് കൃത്യമായി ചോദിക്കണം. അങ്ങനെ ബസ് മക്കയിലെത്തി. എല്ലാവരും ഇഹ്റാം ചെയ്ത് തിരികെ കഅബയുടെ പരിസരത്തേക്കെത്തി പ്രാർത്ഥനകൾ നടത്തി ഉംറ നിർവഹിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിരന്തരം നിറഞ്ഞുകുത്തിക്കൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിൽ ഉസ്താദ് വീണ്ടും അവരോട് സംസാരിച്ചു. മറ്റന്നാൾ നമ്മൾ ഹജ്ജിന് തയ്യാറാവുമെന്നറിയുമല്ലോ. നമ്മളിൽ പലരും നാട്ടുകാരോടും വേണ്ടപ്പെട്ട ആളുകളോടും മുഴുവൻ പൊരുത്തം ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആരോടൊക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെയും ആ മനുഷ്യർ പുറത്തു തരാത്ത പക്ഷം പടച്ചവൻ പുറത്തു നൽകുകയില്ല. അതുകൊണ്ടുതന്നെ എല്ലാവരോടും നമ്മൾ മാപ്പപേക്ഷ നടത്തിക്കഴിഞ്ഞതാണ്. എന്നാൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരായി ഒത്തിരി പേരില്ലേ? അവരൊക്കെയും പരസ്പരം പൊരുത്തപ്പെടിച്ചിരുന്നോ? നിങ്ങളും പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞ് പൊരുത്തം വാങ്ങാതെ നിങ്ങളുടെ ഹജ്ജും ഉംറയും പ്രാർത്ഥനകളും ഒന്നും പടച്ചവൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം കൂടി ശ്രദ്ധയിൽ വെച്ചേക്കുക. അന്ന് രാത്രി ആ ഗ്രൂപ്പിൽ വന്ന എല്ലാവരും പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പൊരുത്തപ്പെടിക്കൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരുന്നു. അയാളും ഭാര്യയുമുണ്ടായിരുന്ന മുറിയിൽ നിന്ന് നോക്കിയാൽ പരിശുദ്ധ കഅബ മനോഹരമായി കാണാൻ കഴിയുമായിരുന്നു. ആ കാഴ്ചയും കണ്ട് അവർ ഇരുവരും തങ്ങളുടെ മുറിയിലെ കട്ടിലിൽ ഭക്തി നിർഭരമായ ഹൃദയത്താൽ കുളിർമയോടെയിരുന്നു. അയാൾ അവളുടെ കൈകൾ തൻ്റെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. എടോ, ഞാൻ എന്താണ് പടച്ചവനോട് കഅബ കണ്ടയുടനെ ചോദിച്ചെന്നറിയോ? സ്വർഗത്തിലും എന്നെയും നിന്നെയും ഒന്നാക്കണേ റബ്ബേ എന്നാ. ഈ ലോകത്ത് നമുക്ക് അത്രയ്ക്കങ്ങ് സ്നേഹിച്ചു ജീവിക്കാൻ പറ്റിയില്ല. അതിനവസരം പടച്ചവൻ തന്നില്ലല്ലോ. എങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടാണ് കേട്ടോ ജീവിച്ചത്. നീയും മക്കളുമല്ലാതെ മറ്റൊരു ഓർമ്മകളും എനിക്കുണ്ടായിരുന്നില്ല. നിനക്കറിയാമല്ലോ എല്ലാം. ഒരു ബാധ്യതകളുമില്ലാത്ത എല്ലാ കഷ്ടപ്പാടുകൾക്കും പ്രതിഫലം കിട്ടുന്ന ആ ലോകത്തെങ്കിലും നമുക്ക് സ്വസ്ഥമായൊന്ന് ജീവിക്കണം. അയാളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തെ മൗനത്തിനു ശേഷം അയാൾ അവളെ നോക്കി ചോദിച്ചു, നീ എന്താ ചോദിച്ചത്? എനിക്കറിയാം, നമ്മളെയും മക്കളെയും സ്വർഗത്തിൽ ഒന്നാക്കണേ എന്നാവും അല്ലേ? ദുആ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി പോയത്. അതുവരെ അങ്ങനെ കരുതി തന്നെയാണ് ഇരുന്നത്. എന്നാൽ ഈ കഅബയുടെ പ്രൗഢി കണ്ടതും അതിൻ്റെ മുന്നിലെല്ലാം മറന്നുപോയി. പക്ഷേ രണ്ടാമത് ഞാൻ ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. അയാൾ അവളെ നോക്കി അത്ഭുതപ്പെട്ടു. കാരണം ആ നിമിഷം അവർ നിർത്താതെ കരയാൻ ആരംഭിക്കുകയായിരുന്നു. നീ എന്തിനാണ് കരയുന്നത്? പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തും. എല്ലാം നല്ല രീതിയിൽ സംഭവിക്കും. അയാൾ മെല്ലെ എഴുന്നേറ്റ് ഗ്ലാസിന്റെ ജനാലക്കരികിലേക്ക് നടന്നു. എന്നോട് പൊറുക്കണമെന്നാണ് ഞാൻ പടച്ചവനോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോൾ എത്ര ചോദിച്ചാലും പടച്ചോൻ എന്നോട് പൊറുക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പൊറുക്കണം, അല്ലാതെ പടച്ചോൻ എന്നോട് പൊറുക്കില്ല. അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്ന മന്ത്രോച്ചാരണം അയാളുടെ നാവുകളിൽ കൂടി നിരന്തരം തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. ഓരോ വാക്കുകൾ പറയുന്നതിന് മുമ്പും ശേഷവും അയാളുടെ നാവുകൾ അതിനെ തട്ടി നനച്ചുകൊണ്ടിരുന്നു. ഉസ്താദ് അത് പറഞ്ഞിട്ടും ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിച്ചോ? നീ എന്നോടും ചോദിച്ചോ? ഇല്ല. എന്താ കാരണം? അതിനുമാത്രം പൊറുക്കാൻ നമുക്കിടയിൽ എന്താടോ ഉള്ളത്? സ്നേഹിക്കാൻ പോലും നമുക്ക് സമയം വേണ്ട വിധം കിട്ടിയിട്ടില്ല. പിന്നെയാണോ നോവിക്കാൻ? അയാൾ മുഖം തിരിച്ച് ആ സ്ത്രീയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവരുടെ മുഖം അപ്പോഴും കാർമേഘത്തെ പോലെ പെയ്യാൻ വെമ്പി നിൽക്കുകയായിരുന്നു. ഇല്ല, എന്നോട് നിങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. പടച്ചോൻ പൊറുക്കില്ല. ആ കണ്ണുകൾ കുത്തിയൊലിക്കാൻ തുടങ്ങി. അവൻ്റെ ഡേ, അതിനു മാത്രം എന്താപ്പോ? വല്ല പിച്ചിയതും മാന്തിയതുമൊക്കെ ആവും. അതൊക്കെ ഒരു കുടുംബമാവുമ്പോൾ സ്വാഭാവികമല്ലേ? എല്ലാം പടച്ചോൻ പൊറുക്കും.
അയാൾ അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പെട്ടെന്നൊരു പൊട്ടിത്തെറി പോലെയാണ് ബാക്കിയുള്ള വാക്കുകൾ സംഭവിച്ചത്. അയാൾ ആ നിൽപ്പ് മണിക്കൂറുകൾ നിന്നുപോയി, ഒന്ന് ചലിക്കാതെ, അനങ്ങാതെ. ഇല്ല, പൊറുക്കാൻ പറ്റൂല. നിങ്ങൾ തറയിൽ വെക്കാതെ പൊന്നുപോലെ പോറ്റി വളർത്തിയ 4 മക്കളും നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എന്നോട് പൊറുക്കും? നിങ്ങൾ സ്വന്തം മക്കളെന്ന് കരുതി അവരെ ഒക്കത്തിട്ട് നടന്നപ്പോഴൊക്കെ അതു കണ്ട് ഞാൻ ഊറിച്ചിരിക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എന്നോട് പൊറുക്കും? ഏതോ ഒരുത്തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ഈ നാട്ടിൽ ചെലവഴിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എന്നോട് പൊറുക്കും? ഇല്ല, ലോകത്തൊരാൾക്കും പൊറുക്കാൻ കഴിയില്ല, ഒരാൾക്കും. ആ സ്ത്രീ വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. തലയിൽ കൈകൊണ്ട് തല്ലിയും നെഞ്ചത്തടിച്ചും അവർ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു. പക്ഷേ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം അയാൾ അവളുടെ അരികിൽ വന്നിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, പടച്ചോനും പുറത്തു തരട്ടെ. അവരുടെ തലയിൽ കൈവച്ചു അമർത്തിയ ശേഷം അയാൾ മുറിയിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് നടന്നു. അതുവരെ ലബ്ബൈക്ക് പറഞ്ഞ നാവ് പിന്നീട് മുഴുവൻ വെറുതെ പറയുന്നതാ. ആ 4 എൻ്റെ അതേ ചായ എന്നെ വാർത്തു വെച്ചിരിക്കുന്ന പോലെയാ. അവരൊക്കെ എൻ്റെ മക്കള് തന്നെ. അവൾക്ക് തെറ്റിയതാ. പടച്ചോൻ എന്നെ പറ്റിക്കില്ല, പടച്ചോൻ എന്നെ പറ്റിക്കില്ല, പടച്ചോൻ എന്നെ പറ്റിക്കില്ല എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആ ഹജ്ജിന്റെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. തളർന്ന മനസ്സുമായി പോകുന്നവരൊക്കെ തളർന്നു വീഴും. എത്ര ആരോഗ്യമില്ലാത്ത ശരീരമാണേലും മനസ്സിന് ഉറപ്പുണ്ടിൽ നന്നായി ഹജ്ജ് ചെയ്യാൻ കഴിയും. അതാണ് ഹജ്ജിന്റെ രസതന്ത്രം. പക്ഷേ ഈ മനുഷ്യന് മനസ്സ് പതറിപ്പോവാതിരിക്കാൻ ഒരു കാരണം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. നാട്ടിൽ വെച്ചു മക്കളെ കാണുന്ന മാത്രയിൽ പൊട്ടിത്തകരാൻ സാധ്യതയുള്ള അവരുടെ മുന്നിൽ ഹൃദയം നുറുങ്ങി മരിക്കാനിടയുള്ള ആ മനുഷ്യനെ സ്നേഹത്തോടെ പടച്ചവൻ അവന്റെ അരികിലേക്ക് വിളിച്ചതാകാം. ഇനിയും ദുഃഖിക്കേണ്ട എന്ന് ആശ്വാസം പറഞ്ഞതാകാം. ഓരോ ഹജ്ജിലും മരിക്കുന്ന 100 കണക്കിന് ആളുകളുടെ ഖബറുകളുടെ കൂട്ടത്തിൽ ഏതോ ഒരു ഖബറായി മാറി ആ മനുഷ്യനും. അയാളും അയാളുടെ കഷ്ടപ്പാടുകളും അയാളുടെ ആയുസ് മുഴുവനും ഒരു ഓർമ്മ മാത്രമായി മാറുകയായിരുന്നു. ജീവിതം മുഴുവൻ വെറുമൊരു ഓർമ്മ. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ തുടക്കം മാത്രമായിരുന്നു അയാളുടെ ഖബറ് പോലും ലോകത്ത് ആർക്കും അറിയുകയില്ല എന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് പോലും ഇല്ലാത്ത വിധം ആ ഖബറ് ഭൂമി മറച്ചു പിടിച്ചു നിന്നു. ഒരാളും ഒരിക്കലും തേടി വരാത്ത വിധം മൂടിവെച്ചു നിന്നു. രചന അമീൻ ഖലീൽ. അവതരണം സാം ഷമീർ.